ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ ഉണ്ടായിരുന്ന ആകെ അംഗങ്ങളുടെ എണ്ണത്തെക്കുറിച്ചുള്ളൊരു വ്യക്തത നിങ്ങൾക്കുണ്ടായിരിക്കണം. അതിൻ്റെ എണ്ണം പറയുമ്പോൾ രണ്ട് രീതിയിലാണ് പറയേണ്ടത്. പാർട്ടീഷന് മുൻപ്, അതായത് ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും ടോട്ടൽ മെമ്പർമാരുണ്ടായിരുന്നു. പക്ഷേ പാർട്ടീഷന് ശേഷം പാകിസ്ഥാൻ മെമ്പർമാർ മാറി, ബാക്കി ഇന്ത്യക്കാർ മാത്രമായി എന്ന് മാറി. അപ്പോൾ പാർട്ടീഷന് മുമ്പ് ദർ വെയർ 389 മെമ്പേഴ്സ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. നിയമനിർമ്മാണ സഭയിൽ 389 പേരുണ്ടായിരുന്നു. അതിൽ 296 പേരും വന്നത് ഗവർണർമാർ ഭരിക്കുന്ന പ്രവിശ്യകളിൽ നിന്ന്. ഗവർണർ പ്രൊവിൻസസ് എന്ന് പറയുന്ന 11 ഗവർണർ പ്രൊവിൻസസ് ഒന്നുണ്ടായിരുന്നു. അതിൽ നിന്നായിരുന്നു 296 മെമ്പേഴ്സും വന്നത്. പിന്നെ ചീഫ് കമ്മീഷണർ ഭരിക്കുന്ന 4 പ്രൊവിൻസസ് ഉണ്ടായിരുന്നു. ആ 4 പ്രൊവിൻസസിൽ നിന്നും കൂടി 292 മെമ്പേഴ്സ് ഇതിലുണ്ടായിരുന്നു. അതുപോലെ ഈ പ്രിൻസിലി സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന നാട്ടുരാജ്യങ്ങൾ, ആ നാട്ടുരാജ്യങ്ങളുടെ 93 മെമ്പർമാരുണ്ട്. അങ്ങനെ ദർ വെയർ 389 മെമ്പേഴ്സ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ബിഫോർ ദ പാർട്ടീഷൻ, ഇന്ത്യ പാകിസ്ഥാൻ സെപ്പറേഷന് മുൻ. ഇനി ആഫ്റ്റർ പാർട്ടീഷൻ ഇന്ത്യക്കാർ മാത്രമുള്ള, ഇന്ത്യൻ മെമ്പേഴ്സ് മാത്രമുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ആയിട്ട് മാറിയപ്പോൾ ദർ വെയർ 299 മെമ്പേഴ്സ്, 299 മെമ്പർമാർ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. ഈ 299-ൽ 229 പേരും ബ്രിട്ടീഷ് ഇന്ത്യയുടെ പ്രവിശ്യകളിൽ നിന്നുള്ളവരായിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രൊവിൻസസിൽ നിന്നുള്ളതായിരുന്നു 229 മെമ്പേഴ്സ്. ബാക്കി 70 പേര് നാട്ടുരാജ്യങ്ങളുടെ പ്രതിനിധികളായിരുന്നു, പ്രിൻസിലി സ്റ്റേറ്റിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു വ്യത്യാസം നിങ്ങളെപ്പോഴും മനസ്സിലാക്കിയിരിക്കണം. പാർട്ടീഷന് ശേഷം 299 മെമ്പേഴ്സേ ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്നുള്ളൂ. അത് ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നതിന് തൊട്ട് മുമ്പ് അത് പിരിച്ചുവിടപ്പെട്ടു.